വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവർക്കല്ല, നിസ്കരിക്കുന്നവർക്ക്. എങ്ങനെ നിസ്കരിക്കുന്നവർ? അലംഭാവം കാണിക്കുന്നവർ, അലസത കാണിക്കുന്നവർ, കൃത്യനിഷ്ഠതയില്ലാത്തവർ. എന്താ ഇത്ര മടിയെന്ത്? നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വലിയ മടിയാ. എന്തിനാ ഇത്ര മടിയെന്താ? ഇവിടെ ചങ്ങായി, നിസ്കരിച്ച അള്ളാഹ് തരുന്ന പ്രതിഫലം നിങ്ങൾക്കറിയും. നിനക്ക് എന്താ വേണ്ടത്? ഈ ദുനിയാവിൽ വേണ്ട 2 കാര്യം അള്ളാഹു നിനക്ക് തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്ന മനുഷ്യന് ദുനിയാവിൽ വേണ്ട 2 കാര്യം. ഒന്നാമത്തെ കാര്യം എന്താ? ഈ ഇരിക്കണ നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നേ? നമ്മൾ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? കുടുംബത്തെ പോറ്റാൻ. അതിനല്ലേ കഷ്ടപ്പെടുന്നേ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം പരമനുഷ്യന്മാരെ? തന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കാനല്ലേ? നിനക്ക് തിന്നണം, നിന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണം. മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടരുത്. ഇതല്ലേ ആഗ്രഹം? ഇതല്ലേ ആഗ്രഹം? നീ ജോലിക്ക് പോകുന്ന എന്തിനാ? നിന്റെ കുടുംബത്തെ പോറ്റാൻ. എങ്കിൽ അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ, നീ 5 വഖത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നീ നിസ്കരിക്കണം, നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കണം. 5 വഖത്ത് നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളയാ പറയുന്നത്, നീയും നിന്റെ കുടുംബവും 5 വഖത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 1 ദിവസമല്ല, ഒരാഴ്ചയല്ല, 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല, നീ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അല്ല എങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കോ കളയുവോ? അല്ല ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ തരുവോ പറ്റിക്കോ? നിങ്ങൾ പറ, പറ്റിക്കോ തരുവോ? അള്ളാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക, ഞാൻ തരും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ചങ്ങാതി, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെങ്കിൽ നീ പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നേ? നീ കടയും തുറന്നു വെച്ചിട്ട് പറയുന്നത് എന്താ? നിസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ കച്ചവടം പോകും. ഉസ്താദ്, ജോലിയാണ് നിസ്കാരത്തിന് തടസ്സം അല്ലേ? അള്ളാഹ് പറയുകയാ, മരിക്കുന്ന കാലം വരെ. സൂറത്തു ത്വാഹ 132-ാമത്തെ ആയത്ത് വീട്ടിൽ പോയിട്ട് എടുത്തു നോക്ക്. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ, നിന്റെ റിസ്ഖ് അല്ലാഹു മുടക്കൂല. മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നല്ലോ. ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നുണ്ടോ? പടച്ചവനെ, പൈസ ഉള്ളവനാണോ? പൈസ ഉള്ള നിങ്ങൾ ആരെങ്കിലും ആണോ? എടോ, ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ ചോദിക്കാം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമാണോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്? അല്ലടോ, ഈ ഇരിക്കുന്ന ഉസ്താദന്മാരാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? നിങ്ങൾ പറയത്തില്ല, ഉള്ളത് പറയാൻ ബുദ്ധിമുട്ടല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആരാ? ഇതെന്തപ്പോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം? ആര് ഉള്ളത് പറ? ആരാ? ഉസ്താദന്മാര്. എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ആരാ ഉള്ളതെന്ന് കൈമുക്കിക്കേ. എല്ലാ കഷ്ണം ഇറച്ചിയിൽ നിന്ന് മീൻ തിന്നുന്ന ആരുണ്ട്? എന്നാ ഉസ്താദ് പറയുന്നത് വേണ്ടാന്ന്, സാമ്പാറും ചോറും മതിയെന്ന്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ട് സെക്രട്ടറി ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലെങ്കിലും നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും ഒന്നാമത്തെ സഫിൽ ഖത്തീബ് ഉണ്ടോ, ഉസ്താദ് ഉണ്ടോ? അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന കാലം വരെ തരാമെന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇത് ഉസ്താദിന് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. നീ നിസ്കരിക്കുമോ? നിന്റെ ഭാര്യ നിസ്കരിക്കുമോ? നിന്റെ മക്കൾ നിസ്കരിക്കുമോ? മരിക്കുന്ന കാലം വരെ അല്ലാഹ് തരും. നീ കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അപ്പൊ നീ ചോദിക്കും, സിറാജെ, അപ്പൊ ജോലിക്കൊന്നും പോണ്ടേ? അപ്പൊ 1 ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ അല്ലാഹ് തരുവോ ഭക്ഷണം? എവിടുന്ന് വരും? എന്റെ കുടുംബത്തിന് ആര് കൊടുക്കും? വലിയ ബുദ്ധി കൂടിയ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, നീ പള്ളിക്കൂടി പോയി ആര് കൊടുക്കും? നിന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം? അള്ളാഹു പറയുകയാ, ഞാൻ തരാം ഭക്ഷണം, നിസ്കരിച്ചാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെല്ലാരും നിസ്കരിക്കുന്നവരാ ഇല്ലേ? നിസ്കരിക്കൂലേ? എല്ലാരും നിസ്കരിക്കൂലേ? നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നവരാ. എല്ലാവരും നിസ്കരിക്കുന്നവരാ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. സമയത്ത് നിസ്കരിക്കൂ.
നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കും. അതില്ല. നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് സമയമുള്ളപ്പോ നീ പോയി നിസ്കരിക്കും. അതാർക്ക് വേണം ആ നിസ്കാരം? ആ നിസ്കാരം ആർക്ക് വേണം? നിനക്ക് തോന്നുമ്പോ പോയി ഉണ്ടാക്കാനുള്ളതല്ല നിസ്കാരം. നിനക്ക് തോന്നുന്ന സമയത്ത് പോയി ചെയ്യാനുള്ളതല്ല നിസ്കാരം. അല്ല പറഞ്ഞിട്ടുണ്ട് സമയം. പിന്നെന്തിനാ മോദി കിടന്ന് വിളിക്കുന്നേ? ഇരിക്കുന്ന പെണ്ണുങ്ങൾ എപ്പോഴാ ളുഹർ നിസ്കരിക്കുന്നേ? പള്ളിയിൽ നിന്ന് 12:15 12:30 മുമ്പ് മുഅദ്ദിൻ ഹയ്യ അലസ് സലാ ഹയ്യ അലൽ ഫലാ. നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും. നിനക്ക് ചോറ് വെക്കണം, കറി വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. 2:45 3 മണിയാകുമ്പോ പോകും ളുഹർ നിസ്കരിക്കാൻ. ഇന്ന സലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ആമിന, നീ നിശ്ചയിച്ചിരിക്കുന്നല്ല, അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് സമയം. ആ സമയത്ത് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മിൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവർക്കല്ല, നിസ്കരിക്കുന്നവർക്ക്. എങ്ങനെ നിസ്കരിക്കുന്നവർ? അലംഭാവം കാണിക്കുന്നവർ, അലസത കാണിക്കുന്നവർ, കൃത്യനിഷ്ഠതയില്ലാത്തവർ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാൻ പടച്ച റബ്ബ് തരും ഭക്ഷണം. നീ ഭയപ്പെടണ്ട. നീ മക്കളോട് പറയുന്നത് എന്താ? പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ മോനെ. പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ മോനെ. ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. കഞ്ചാവ് കച്ചവടത്തിന് നടക്കാൻ നിന്റെ മോൻ പൈസ ഉണ്ടാക്കാൻ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാ കഞ്ചാവ് കച്ചവടം എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ. 50 പവനും 50 ലക്ഷവും കാറും കിട്ടിയിട്ട് ആർത്തി തീരുന്നുണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിസ്കരിക്കാൻ പഠിപ്പിക്കും മക്കളെ. നീയും നിന്റെ കുടുംബവും 5 നേരം നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി എന്താ നിനക്ക് വേണ്ട? രണ്ടാമത്തത് തിന്നാനുള്ള ഭക്ഷണം കിട്ടി. ഇനി രണ്ടാമത്തെ ആഗ്രഹം എന്താ? രണ്ടാമത്തെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കണ്ടേ? നല്ല മരണം വേണോ? കൈപൊക്ക് വേണ്ടവരൊക്കെ 5 നേരം നിസ്കരിച്ചാ മതി, ഞാൻ തരാം നല്ല മരണം. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ആ ഒരു ജനാസ കണ്ടവർക്കറിയാം. അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഖുർആൻ പറയുകയാ, വൽആഖിബത്തു ലിത്തഖ്വാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ടൊരു തീരുമാനമെടുക്കൂ. ഇൻഷാ അല്ലാഹ് ഉസ്താദേ, ഞാൻ 5 നേരം നിസ്കരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യടോ. 5 നേരം നിസ്കരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യൂ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് പൊതുപെടുത്ത് അവസാനത്തെ വഖത്തും കളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹു നിസ്കരിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിക്കൂലേ?